ആണ്. നമുക്കറിയാം ആരോഹണ ഗീതത്തിലെ ഒരു ഭാഗമാണ് ഇന്ന് നാം വായിച്ചത്. ഇതിൻ്റെ ഹെഡിങ്ങിൽ പലരുടെയും വേദപുസ്തകത്തിനകത്ത് അതിൻ്റെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കണമേ, യഹോവയുടെ വീണ്ടെടുപ്പിൻ സ്നേഹത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ്. വീണ്ടെടുക്കുന്ന ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്നേഹം, ആഴമേറിയ ദൈവസ്നേഹത്തെ പറ്റിയൊക്കെ നാം വർണ്ണിച്ചെന്ന് പകൽ പാടുവാനായിട്ടിടയാൽ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ദൈവം മനുഷ്യനെ വീണ്ടെടുക്കുന്നു എന്നുള്ളതാണ്. ദൈവം മനുഷ്യനെ വീണ്ടെടുക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. നമ്മെ വീണ്ടെടുക്കുവാൻ ആരും ഇല്ലാതിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവമാണ് നമ്മെ എന്ത് ചെയ്തത്? അകൃത്യത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത്. യെശയ്യാപ്രവചനം 53 നാം സവിസ്തരം നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ നമ്മുടെ അകൃത്യയാഗം അവൻ്റെ മേൽ ദൈവം ചെയ്തു ചുമത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കണ്ടാൽ ആളല്ല എന്ന രൂപത്തിൽ ആമേൻ, സ്തോത്രം. ആ നിലവാരത്തിൽ യേശു കർത്താവ് ആ ശിക്ഷ ഏറ്റുവാങ്ങുമ്പോൾ നമ്മൾ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ കഥനഭാരം താൻ ചുമന്നു കഴിഞ്ഞപ്പോൾ അത് താങ്ങുവാൻ കഴിയുന്നതിനേക്കാൾ ആമേൻ ഉയർന്നതായിരുന്നുകൊണ്ട് അല്ലെങ്കിൽ വിസ്തൃതമായതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുക്കണമേ. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ അതിന് യോഗ്യൻ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് സ്തോത്രം പിതാവിൻ്റെ ഹിതത്തിനായി ഏൽപ്പിക്കുകയും ആമേൻ, സ്തോത്രം, തനിക്ക് നൽകിയ പാനപാത്രം താൻ സവിസ്തരം ആമേൻ ദൈവത്തിനൊത്തവണ്ണം അത് പൂർത്തീകരിപ്പാനിടയായി എന്നൊക്കെ നമുക്കറിയാം. ഇവിടെ യാക്കോബ് എന്ന് പറയുന്ന സ്തോത്രം ഇതല്ലെങ്കിൽ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ്. ഓൾ നൈറ്റ് പ്രയറാണ്. ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും. യാക്കോബിൻ്റെ പ്രാർത്ഥനയാണ്, ഒരു മുഴുരാത്രി പ്രാർത്ഥനയാണ് യാക്കോബിൻ്റെ. അതുകൊണ്ടാണ് താൻ ഇപ്രകാരം അവിടെ ഓർമ്മിപ്പിക്കുന്നത്. സ്തോത്രം. എന്താണ് അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ അല്ലേ? എന്താണ്? ഉഷസ്സിനായി ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഉഷസ്സിനായി കാത്തിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു അന്ധകാരത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഉഷസ്സിന് വേണ്ടി കാംക്ഷിക്കുന്നത്, ആ നിലവാരത്തിൽ തന്നെയാണ് തൻ്റെ ജീവിതം. ഒരു അന്ധകാരത്തിൽ കൂടെ, ഒരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ അല്പം വെളിച്ചം കിട്ടണമെന്ന് ഏത് മനുഷ്യൻ ആഗ്രഹിക്കാത്തത്? നമുക്ക് ആഗ്രഹിക്കും അല്ലേ? നാം പാട്ട് പാടാനൊക്കെ എളുപ്പമാണ്. അമ്മ കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടെ നടന്നു പോയാലും ഒരു അനർത്ഥവും എന്നൊക്കെ വായിക്കാനും മനപ്പാടമാക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ കൂരിലിൻ്റെ താഴ്വരയിൽ കൂടെ കടന്നു പോയവരുണ്ടോ? സ്തോത്രം. എന്ന് പറഞ്ഞാൽ പാപം ചെയ്തു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആമേൻ. ഒരു വെളിച്ചവും കാണാതെ, ഒരു വാതിലും കാണാതെ, എല്ലാ വഴികളും അടഞ്ഞ്, എല്ലാ സാധ്യതകളും മങ്ങിപ്പോയി, ആമേൻ, ഇനി എന്ത് ചെയ്യണമെന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നതല്ലേ? ചോദ്യം. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പ്രസംഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, ചോദ്യമാണ്. വളഞ്ഞു പോയി എന്ന് പറയുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു അനീഷ് കാവാലം പാസ്റ്റർ ആണോ എന്ന് തോന്നുന്നു. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും കേട്ടോ? അത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. സ്തോത്രം. ഇപ്പം ഇങ്ങനെ വളഞ്ഞൊരു ക്വസ്റ്റ്യനാണ്, ജീവിതത്തെ പറ്റിയൊരു ചോദ്യമാണ്, ഒരു ക്വസ്റ്റ്യൻ. ഇനി എന്താകും? എൻ്റെ മക്കൾ, എൻ്റെ ഭാവി, എൻ്റെ തലമുറകൾ, എൻ്റെ പഠനം, അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ബിസിനസ്, ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്നിട്ട് അടിയിൽ ഒരു കുത്തും കൂടെ, ഒരു വളവും ഒരു കുത്തും കൂടെ. പക്ഷെ ആ ക്വസ്റ്റ്യനെ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ആ കർത്തദാസനെ പ്രകാരം അതിനെ നിവർത്തി കഴിഞ്ഞാൽ അതെന്തായി? ആശ്ചര്യ ചിഹ്നമായി. ആശ്ചര്യ ചിഹ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനെ ദൈവം എന്താക്കി തീർക്കുമെന്നാണ് പറഞ്ഞത്? ആശ്ചര്യമാക്കി തീർക്കുമെന്ന് അദ്ദേഹം ഒരു രസത്തിൽ പറഞ്ഞുവെങ്കിലും അതിനകത്തൊരു കാര്യമുണ്ട് അല്ലേ? സ്തോത്രം. ഇന്ന് പലർക്കും നാം ഒരു ആശ്ചര്യമായി ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ? ഒരു നാൾ നമ്മുടെ ഉള്ളിലൊക്കെ പല ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ചോദ്യങ്ങൾക്കെല്ലാം ദൈവം മറുപടി നൽകി നമ്മെ ഒരു എക്സ്ക്ലമേറ്ററി അല്ലെങ്കിൽ നമ്മളൊരു ആശ്ചര്യ ചിഹ്നമാക്കി ദൈവം നിർത്തിയിരിക്കുന്നത് നമ്മുടെ കഴിവല്ല, പിന്നെയോ നമ്മുടെ മേൽ പകർന്നു നൽകിയ ദൈവത്തിന്റെ കൃപയാകട്ടോ പ്രിയപ്പെട്ടവരെ. ആ ക്രൂശിലെ സ്നേഹമാണ് നമ്മെ അതിലും വഴുവഴുപ്പിൽ നിന്നിരുന്ന നമ്മെ സ്ഥിരമായൊരു പാറമേൽ സ്വർഗം നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വില കൊടുത്തൊരു ദൈവമുണ്ട്. ഈ പകൽ ആ ദൈവത്തിൽ ആശ്രയിച്ച് ആ ദൈവത്തിന് മുമ്പാകെ വിഷയത്തെ പകരുന്ന ദൈവ പൈതലിനെ വെറും കൈയോടെ മടക്കി അയക്കുന്ന ദൈവമല്ല. ഈ പകൽ നിന്റെ പല വിഷയങ്ങൾക്കും ആശ്ചര്യമായത്, അത്ഭുതകരമായത് ഈ പകൽ ചെയ്തെടുപ്പാൻ മതിയായൊരു ദൈവ സാന്നിധ്യം. ആമേൻ. ഹല്ലേലൂയ. പ്രകാരമാ ആ ബദനിയിൽ ആ കുടുംബത്തിനകത്ത്, ആശ്രയ കുടുംബത്തിൽ നീ വിശ്വസിച്ചാൽ മതി, ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാ പറഞ്ഞത്. ആമേൻ. സ്തോത്രം. വിശ്വസിച്ചാൽ ആമേൻ നിരാശ വരുമെന്നല്ല പറഞ്ഞത്. വിശ്വസിച്ചാൽ പല വിഷയങ്ങൾക്കും പരിഹാരമുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ ഈ പകൽ അടഞ്ഞു പോയ ചില അധ്യായങ്ങൾ ജീവിതത്തോടുള്ള ബന്ധത്തിലുണ്ട്, അടഞ്ഞ ചില വഴികളുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിലനിൽക്കുമോ എന്ന ചോദ്യ ചിഹ്നങ്ങൾ ജീവിതത്തിലുണ്ടായി. പക്ഷെ പലതിനെയും സ്വർഗം ഈ പകൽ നാം ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ വെളിപ്പെട്ട ആത്മീക സാന്നിധ്യം ചില ജീവിതങ്ങളെ തൊട്ടിട്ടുണ്ട്. അത് ചില വിഷയങ്ങൾക്ക് സ്വർഗം പരിഹാരം നൽകിയിട്ടുണ്ട്.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കണമേ, ഒന്നാമത്തെ ആ തിരുവചന ഭാഗം ഒന്ന് വായിച്ചേ. സങ്കീർത്തനത്തിന്റെ യഹോവേ ആഴത്തിൽ നിന്നു ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. യഹോവേ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് ആ നിലവിളിക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ആഴത്തിൽ നിന്നുള്ള നിലവിളിയാ. സ്തോത്രം എന്ന് പറയാൻ വലിയൊരു കുഴിക്കകത്ത് കയറി എന്ന് വിളിക്കുന്നല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഹൃദയത്തിന്റെ ആഴം, ഫ്രം ദ ഡെപ്ത് ഓഫ് സോൾ എന്ന് എഴുതിയിരിക്കുന്നത്. ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് നിലവിളിക്കുകയാണ് കേട്ടോ. സ്തോത്രം എന്ന് പറഞ്ഞാൽ സാധാരണ നിലവിളിയുണ്ട് അല്ലേ? പ്രൈസ് ഗോഡ്. കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ഒരു വിളി വരും അല്ലേ? ആ ഒറ്റ വിളിയിൽ എന്ത് ചെയ്യും? ഒരു പക്ഷേ സ്വർഗമൊക്കെ നിന്നു എന്ന് വരും അല്ലേ? നമുക്കറിയാം, അമേ അല്ലെ, ഭർത്തിയമായ ഒറ്റ വിളിയാ, ദാവീദ് പുത്ര എന്നോട് ഇനിയും വേറൊരു വഴി പോകാനില്ലെന്നറിയാം. ആ ഒറ്റ വിളിക്കകത്ത് ആമേ സർവത്തെയും ചമച്ചവനായ ദൈവം ഒരു സെക്കൻഡ് നിൽക്കുകയാ. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണം? ഈ പകൽ ഹൃദയത്തിനകത്ത് നിന്ന് ആഴമായി ദൈവത്തെ വിളിക്കുന്ന ചില പ്രിയപ്പെട്ടവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ ആ നിലവിളിയെ മറികടന്നു പോകുന്ന ദൈവമല്ല. അവൻ നിന്ന് നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്തു തരണം എന്ന് ചോദിക്കുന്ന ഒരു ദൈവം. എത്ര വലിയ സ്നേഹമാ അല്ലേ? സ്തോത്രം. എന്താണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന ഒരു ദൈവം. അങ്ങനെ ഒരു ദൈവത്തെ പിൻപറ്റുവാൻ സ്വർഗം നമുക്കൊരു അവസരം നൽകിയതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഉള്ളത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ ആഴത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥന 3 തലത്തിൽ നമുക്ക് കാണാൻ പറ്റും, 3 രീതിയിലാണ്. ഒന്ന് വായിച്ചാട്ടെ, സങ്കീർത്തനങ്ങൾ 71:20. കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കണമേ, ആ ഭക്തന്റെ നിലവിളിയ എന്താണ്? അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കി അല്ലെ? ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും പറയാറുണ്ട്, ഒത്തിരി അനർത്ഥങ്ങൾ നിങ്ങൾ കണ്ടവരാ, ഒത്തിരി കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോയവരാ. പക്ഷേ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഈ പകൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? സ്തോത്രം. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങൾ എന്തു ചെയ്യും? തിരികെ കയറ്റും എന്ന് പറഞ്ഞാൽ തല ഉയരുവാൻ കഴിയാതെ, തല കുനിഞ്ഞുപോയ സാഹചര്യം ഉണ്ടായിരുന്നു. നിൽപ്പാൻ കഴിയാതെ നിലം പരിചയായി പോയ സാഹചര്യം ഉണ്ടായിരുന്നു. സ്തോത്രം. തകർന്നു പോയ സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ചതഞ്ഞ ഓടയുടെ അനുഭവം ഉണ്ടായിരുന്നു. പുകയുന്ന തിരിയുടെ അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ ഭക്തൻ പറയുന്നത് അറിയാമോ? എത്രയും ആഴങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ പരാജയത്തിന്റെ അനുഭവത്തിലേക്ക്, സീറോ എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് ഞങ്ങൾ പോയാലും അവിടെ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ പകലൊന്ന് വിശ്വസിപ്പാൻ. ഗ്ലോറി ജീസസ്, ഹല്ലേലൂയ. കഷ്ടതയുടെ നിലവിളിയിൽ കൊണ്ട് ഭക്തൻ പറയുന്നതാ, ഈ കഷ്ടം കഴിഞ്ഞു, ഈ അനർത്ഥം കഴിഞ്ഞു, ഞങ്ങളെല്ലാം അവസാനിച്ചെന്ന് ചിന്തിച്ചത്. കഴിഞ്ഞില്ല. ഇപ്പോഴത്തെ സ്ഥിതി പറയേ വേണ്ട. കാരണം ഭൂമിയുടെ ആഴങ്ങളിൽ പോലെയുള്ള ഒരു കിടപ്പ. മുകളിലോട്ട് നോക്കി വിളിക്കുക. സ്തോത്രം. ഇതിനകത്തു നിന്ന് കര കയറണം. എത്ര പേർ ഈ പകൽ ആഗ്രഹിക്കുന്നു? നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ വലുപ്പം ഒരു പക്ഷേ എനിക്ക് അളക്കുവാൻ കഴിയുകയില്ല. എന്നാൽ അതിനെ അളന്ന് തിട്ടപ്പെടുത്തി മറുപടി നൽകുന്ന ഒരു ദൈവം ഈ പകൽ നമ്മുടെ മധ്യയുണ്ട്. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നിന്റെ നിലവിളിയെ അറിയുന്ന ദൈവമുണ്ട്. അത് ശാരീരിക, ഭൗതിക, ആത്മിക സാഹചര്യങ്ങൾക്ക് വേണ്ട നിലവിളിയാകട്ടെ. ആ സ്വർഗം അതിനെ മറികടക്കുന്ന ദൈവമല്ല. താങ്ക് യു ജീസസ്. നിലവിളിക്കുന്നതിന് ഉറപ്പ് വേണം കേട്ടോ. ഈ നിലവിളിക്കുന്നവൻ എന്തു വേണം? പ്രാർത്ഥിക്കുന്നതിന് ഒരു ഉറപ്പ് വേണം. ആ ഉറപ്പാ പറഞ്ഞത്. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് പോലും എന്തു ചെയ്യും? ഞങ്ങളെ തിരികെ കയറ്റും എന്ന് പറഞ്ഞാൽ വീണ്ടും ഞങ്ങളെ പണിയും എന്നാണ്. ഈ വേദപുസ്തകം പറയുന്നതിനെ ഉടയ്ക്കും, തകർക്കും, നശിപ്പിക്കും, മുടിപ്പിക്കും എന്നൊന്നുമല്ല കർത്താവ് പറയുന്നത്. കർത്താവ് പറയുന്നതെന്ന് അറിയാമോ? ഞാൻ നിന്നെ പണിയുന്ന ദൈവമാ. കർത്താവ് പറയുന്നതെന്ന് അറിയാമോ? ഞാൻ നിന്നെ വീണ്ടെടുക്കുന്ന ദൈവമാ. കർത്താവ് പറയുന്നതെന്ന് അറിയാമോ? ഐ വിൽ റെസ്റ്റോർ യു എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ ഉദ്ധരിക്കുന്ന ദൈവമാ. ഈ പകൽ സ്വർഗം യേശു ക്രിസ്തുവിൽ കൂടെ ഉദ്ധരിച്ചത് കൊണ്ട് ഈ പകൽ നാം പായേലിരുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എൻ്റെ അനുഭവങ്ങളെ ഒന്നും വർണ്ണിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിലെ ദൈവം എന്നോട് എൻ്റെ കുടുംബത്തോട് കരുണ കാണിച്ച് ഞങ്ങൾ ഉദ്ധരിച്ചത് കൊണ്ടാണ് ഈ വിശ്വസ്തനായ ദൈവത്തിൻ്റെ നാമം അധരങ്ങളിൽ എടുപ്പാൻ ദൈവം ഒരു ഭാഗ്യം നൽകിയത് കേട്ടോ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്.
ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോൾ ആദ്യത്തെ പ്രാർത്ഥന, കഷ്ടതയുടെ ആഴങ്ങളിൽ ഒരു ഭക്തൻ പോയപ്പോൾ അവൻ അവിടെ നിന്ന് കയറി വരുവാനുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു വിശ്വാസം സ്ഫുരിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇപ്രകാരമായിരിക്കണം കേട്ടോ. പല പ്രാർത്ഥനകളും കേട്ടാൽ നമുക്ക് തോന്നും കർത്താവൊന്നും ഒരു നാളും എന്ത് ചെയ്യുകയില്ല, ചെവി പോലും കൊടുക്കുകയില്ലെന്ന്. അങ്ങനത്തെ പ്രാർത്ഥന. കാരണം ഒരുമാതിരി നിർജീവമായ പ്രാർത്ഥന, ചലനമില്ലാത്ത പ്രാർത്ഥന, വിശ്വാസമില്ലാത്ത പ്രാർത്ഥന, ജൽപ്പനങ്ങൾ മാത്രം. അഭയയാചനകളിലും ജാഗരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വിശ്വാസം ഏറ്റുപറഞ്ഞുള്ള പ്രാർത്ഥനയായിരിക്കണം ഭക്തന്. ആ പ്രാർത്ഥനയാ ആഴങ്ങളിൽ, കഷ്ടതയുടെ ആഴങ്ങളിൽ കിടക്കുന്ന ഭക്തന്റെ പ്രാർത്ഥന. കുഞ്ഞേ ശ്രദ്ധിക്കണേ, കഷ്ടതയുടെ ആഴങ്ങളിൽ നീ കിടക്കുമ്പോൾ അവിടുത്തെ പ്രാർത്ഥനയിൽ പറയണം, അവൻ എന്നെ തിരികെ കയറ്റുന്ന ദൈവമാ, അവൻ എൻ്റെ തലമുറയെ അവൻ തിരികെ പണിയുന്ന ദൈവമാ, അവൻ എൻ്റെ കുടുംബത്തെ തിരികെ പണിയുന്ന ദൈവമാ. ഈ നിലം പരിചയായ അനുഭവത്തിൽ നിന്ന്, ഈ തകർന്ന അനുഭവത്തിൽ നിന്ന് വീണ്ടും പണിയുന്ന ദൈവമാ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ഒരു പക്ഷേ നിന്റെ വിശ്വാസം എവിടെയൊക്കെയോ തകർന്നിട്ടുണ്ടെങ്കിൽ ഈ പകൽ ആ ദൈവസ്ഥനിൽ ഒന്ന് പറഞ്ഞാൽ മതി. നിന്റെ വിശ്വാസത്തെ പണിയുവാൻ കഴിയുന്ന ദൈവം ഈ പകൽ നമ്മുടെ മധ്യയുണ്ട്. ആമേൻ. നിന്റെ ആത്മീക ജീവിതത്തിന് എവിടെയെങ്കിലും ഒരു തകർച്ച വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു കോട്ടം വന്നിട്ടുണ്ടെങ്കിൽ, ആമേൻ, വേണ്ട നിലയിൽ പ്രാർത്ഥിപ്പാൻ, വേണ്ട നിലയിൽ ആരാധിപ്പാൻ, ഈ ദൈവത്തെ പിൻപറ്റുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ദൈവത്തോടൊന്ന് നിലവിളിച്ചാൽ മതി. അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തി നിന്നെ ആത്മീക നിലയിൽ ഉദ്ധരിപ്പാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം ഈ പകൽ നമ്മുടെ മധ്യയുണ്ട്. ഗ്ലോറി ജീസസ്. രണ്ടാമത്തെ പ്രാർത്ഥനയെ പറ്റി നാം കാണുന്നത് സങ്കീർത്തനങ്ങൾ 86:13 ആഴങ്ങളിൽ നിന്നുള്ള നിലവിളിയാണ്. കേട്ടോ, സ്തോത്രം. ഇനി പാതാളത്തിൽ നിന്ന്, ഒരാഴങ്ങളിൽ നിന്ന് തൻ്റെ ഭക്തൻ പറയുന്നതാണ്, എന്നോട് നിന്റെ ദയ വലുതാ. കാരണം എൻ്റെ പ്രാണനെ എവിടെ നിന്നാണ് വിടുവിച്ചത്? അധമ പാതാളത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുക. കേട്ടോ പ്രിയപ്പെട്ടവരെ, ഈ പകൽ നിത്യ നരകത്തിൽ നിന്ന് എൻ്റെ പ്രാണനെ സ്വർഗം വിടുവിച്ചെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ആമേൻ, സ്തോത്രം. നാം നേടിയത് കൊണ്ടല്ല. ആമേൻ, പ്രൈസ് ഗോഡ്. നമ്മുടെ ആമേൻ ഹല്ലേലൂയ നാം വെട്ടിപ്പിടിച്ച അനുഭവ സമ്പത്തുകൾ ഒരുപാടുണ്ടായിരിക്കാം, സാമ്പത്തിക മേഖലയിലുണ്ടായിരിക്കാം, നമ്മുടെ അറിവ് ഒരുപാടുണ്ടായിരിക്കാം. പക്ഷെ ഇതിനൊന്നും നമ്മെ അധമപാതാളത്തെ എന്ന് പറഞ്ഞാൽ നിത്യ നരകത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഭക്തനെ അധമപാതാളത്തിൽ നിന്ന്, ആമേൻ, നിത്യ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ദൈവമാ. കുഞ്ഞെ ശ്രദ്ധിക്കണമേ. ആമേ, യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ആമേ നിത്യജീവൻ അവകാശികളാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തുണ്ട്? ഇവിടെ ശ്രദ്ധിച്ചേ എന്തുണ്ട്? അവസരങ്ങളുണ്ട്. സ്തോത്രം. കേട്ടോ, നാളെ എന്ത് സംഭവിക്കും എന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മുടെ ശശികല ടീച്ചറൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടില്ലേ? സ്തോത്രം. ഇനിയൊന്നും ചിലപ്പോൾ സ്വാതന്ത്ര്യമായി നമുക്കിവിടെ ആരാധിപ്പാനൊന്നും പള്ളിയും പാസ്റ്ററൊന്നും കാണത്തില്ലായിരിക്കാം. കേട്ടോ, കഴിഞ്ഞ ദിവസം ശശികല ടീച്ചർ വളരെ അന്യായമായ രീതിയിൽ സംസാരിപ്പാനിടയായി. സ്തോത്രം. ഇതിൻ്റെ പിറകിൽ പെന്തക്കോസുകാരാണെന്നാണ് പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും ആമേൻ, നാം വിശ്വാസത്തിന് വേണ്ടി നിലനിന്നാൽ മതി. ചിലപ്പോൾ വില കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ പ്രാണൻ കൊടുക്കേണ്ടി വരും. സ്തോത്രം. കാരണം എന്താണ്? വീണ്ടെടുത്ത യേക്ഷിതാവിന് നമ്മുടെ പ്രാണൻ കൊടുക്കേണ്ടി വരും. നിങ്ങൾ ഭയക്കണ്ട. ആമേൻ. ഓറിസയിലെ നമ്മുടെ ക്രിസ്റ്റിസിനോട് ചോദിച്ചാൽ പറയും. ആമേൻ. മയൂർഗഞ്ചിൽ ആമേൻ ഗ്രഹാം സ്റ്റെയിൻസും തിമത്തിയും ഫിലിപ്പോയും ആമേൻ ഒരു പിടി ചാരമായപ്പോൾ അവിടെ നിന്ന് അനേകായിരങ്ങൾ ബൈബിൾ കോളേജിൽ കടന്നു വന്നിട്ടുണ്ടെന്ന്, അനേക ദൈവദാസന്മാർ, അനേക സഭകൾ അവിടെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഈ പകൽ നമുക്കറിയാം ദൈവസഭയുടെ വളർച്ച എന്ന് പറയുന്നത് ആമേൻ രക്തസാക്ഷികളുടെ ആമേൻ ഹല്ലേലൂയ രക്തമാണ്. ആമേൻ. the blood of the martyrs are the seed of the Christian church എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ, അതേ ആമേൻ സ്തോത്രം, രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണെന്ന്. ആമേൻ സ്തോത്രം. ഒന്ന് പൊടിഞ്ഞു വീണാൽ അതിനകത്ത് നിന്ന് ഒന്നല്ല 100,000 എഴുന്നേൽപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. കേട്ടോ പ്രിയപ്പെട്ടവരെ. ആമേൻ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ച ദൈവത്തെ ഈ പകൽ നാം സ്തോത്രം ചെയ്യേണ്ടത്. ആമേൻ. അല്ലാതെ ആമേൻ അല്ലെ നമുക്ക് പൊന്ന് തന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് പണം തന്നതുകൊണ്ടോ വിസ തന്നതുകൊണ്ടോ ആമേൻ അല്ലെ ഒരു പക്ഷേ ഭൗതിക സാഹചര്യം തന്നതുകൊണ്ടല്ല. അതൊക്കെ ദൈവം തരും. പക്ഷേ മേത്തരമായത് നമ്മുടെ പ്രാണനെ വിടുവിച്ചു എന്നുള്ളതാണ്. 3 സങ്കീർത്തനം 62 8
ഓക്കെ, അവിടെ കൊടുത്തിരുന്നത് ഇപ്രകാരമാണ്: നിരാശയുടെ ആഴങ്ങളിൽ ഞാൻ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ. ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ ആ വാക്യം എടുത്ത് വായിക്കണേ. ദൈവം എന്നെ രക്ഷിക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഞാൻ അവിടെ റെഫറൻസ് എഴുതി വെച്ചത്, അല്പം മാറിപ്പോയി എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്. എനിവേ, 3 തലങ്ങളിൽ: 1 കഷ്ടതയുടെ ആഴങ്ങൾ, 2 പാതാളത്തിൻ്റെ അനുഭവങ്ങൾ, 3 നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്ന ഭക്തൻ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ഈ നിലവിളിയിൽ താൻ അതിന് ഉത്തരവും വിശ്വാസത്തോടെ ഏറ്റു പറയുന്നുണ്ട് കേട്ടോ. വചനം ഏറ്റു പറഞ്ഞേച്ചാ താൻ ഇതൊക്കെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പകൽ സ്തോത്രം, നാം ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് നമുക്ക് ഒരു പണി ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ നാട്ടുകാർ പറയുന്ന പണിയല്ല. സ്തോത്രം, ഒരു കൺസ്ട്രക്ഷൻ, ഒരു റെസ്റ്റോറേഷൻ, ഒരു ഉദ്ധാരണം, ഒരു പുനർജീവനം നമുക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഈ പകൽ നാം ദൈവത്തോടൊന്ന് നിലവിളിച്ചാൽ മതി. അവൻ നമ്മെ എന്ത് ചെയ്യാൻ? പുതുജീവൻ പകരുന്ന ദൈവമാണ്. സങ്കീർത്തനകാരൻ 51 ഇപ്രകാരമല്ലേ പ്രാർത്ഥിക്കുന്നത്? എന്താണ്? ദൈവമേ, നിന്റെ സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആത്മീക അനുഭവം എനിക്ക് പോരാ. സ്ഥിരതയുള്ള ഒരു വിശ്വാസവും ഒരു ആത്മീക ജീവിതവും എന്നിൽ ഉണ്ടാകുവാൻ റിന്യൂ മീ എന്ന് പറയാൻ എന്നെ പുതുക്കണമേ എന്നാ താൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പകൽ നാം അനുഭവിക്കുന്ന ആത്മീക ജീവിതത്തിൽ നിന്ന് ഒരു ഉന്നതി പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നാം ആഴത്തിലൊന്ന് ദൈവത്തോട് നിലവിളിച്ചാൽ മതി. സ്വർഗ്ഗമാ നിലയിലൊക്കെ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഇനി അതിനെ താഴോട്ട് വായിക്കുമ്പോൾ പാപങ്ങളുടെ മോചനത്തെ പറ്റി നാം ആ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. അതിന്റെ അവസാനത്തെ വാക്യത്തിൽ 8: അവൻ ഇസ്രായേലിനൊക്കെ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇത് പറയുമ്പോൾ 4-ാം വാക്യത്തിൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് താൻ പറയുന്നുണ്ട്. തൻ്റെ ഒരു വിശ്വാസം ഏറ്റു പറയുന്നുണ്ട്. എന്താണ് തൻ്റെ വിശ്വാസം ഏറ്റു പറയുന്നത്? നിന്റെ പക്കൽ വിമോചനമുണ്ട് എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന്, അകൃത്യത്തിൽ നിന്ന് വിമോചനമുണ്ടെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞേച്ചാണ് താൻ ആ പ്രത്യാശയുടെ വാക്കുകൾ അവസാനം പറയുന്നതാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? ഇസ്രായേലിന് അവന്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും അവൻ എന്ത് ചെയ്യുന്നു? വീണ്ടെടുക്കുന്നു. നമുക്ക് ഈ സങ്കീർത്തനത്തിൽ ഒരു കാര്യം മനസ്സിലായി. ഈ യാക്കോബിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. സക്കറിയ പ്രവചനം 13:1 കൂടെ ഒന്നൊന്ന് വായിച്ചു വിട്ടേ. വാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. വായിച്ചു. അന്നാളിൽ ഞാൻ ദേശത്തു നിന്ന് വിഗ്രഹങ്ങളുടെ പേർ ഇല്ലാതാക്കും, ഇനി അവയെ ഓർക്കയുമില്ല. ഞാൻ പ്രവാചകന്മാരെയും മലിനാത്മാവിനെയും ദേശത്തു നിന്ന് നീക്കിക്കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ആരെങ്കിലും ഇനി പ്രവചിക്കുമ്പോൾ അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവനോട്, യഹോവയുടെ നാമത്തിൽ ഭോഷ്ക് സംസാരിക്കുന്നത് കൊണ്ട് നീ ജീവനോട് ഇരിക്കയില്ല എന്ന് പറയുകയും അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവൻ പ്രവചിക്കയിൽ തന്നെ അവനെ കുത്തിക്കളയുകയും ചെയ്യും. അവസാനത്തെ വാക്യം കൂടെ 9-ാം വാക്യം കൂടെ വായിച്ചേ. 3-ൽ ഒരംശം ഞാൻ തീയിൽ കൂടെ കടത്തി വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ അവരെ ഊതിക്കഴിക്കും, പൊന്നു ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. അവർ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവർക്ക് ഉത്തരമരുളുകയും ചെയ്യും. അവർ എൻ്റെ ജനമെന്ന് ഞാൻ പറയും, യഹോവ എൻ്റെ ദൈവമെന്ന് അവരും പറയും. അപ്പോൾ 1-ാം വാക്യത്തിൽ നാം കണ്ടതാണ്, ജനത്തിന്റെ പാപത്തിനും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ദൈവം എന്ത് ചെയ്യുക? ഒരു ഉറവ ദൈവം ചെയ്യാണ്, തുറക്കുകയാണ്. നാം ഉദ്ദേശിക്കുന്ന ഉറവയല്ല കേട്ടോ. നാം ഉദ്ദേശിക്കുന്ന ഉറവ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ വേണ്ടിയുള്ള ഉറവകളുണ്ട്. ആ ഉറവയല്ല. പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് സ്തോത്രം, അവരുടെ മാലിന്യത്തിന് പരിഹാരമായിട്ട് സ്വർഗത്തിലെ ദൈവം യാക്കോബ് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഒരു ഉറവയെ തുറക്കുക. ആ ഉറവ തുറന്നതിന്റെ അവസാന വാക്യത്തിൽ നാം വായിച്ചത് പ്രകാരമാ, ചിലതിനെ ഞാൻ എന്ത് ചെയ്യും? തീയിൽ കൂടെ കടത്തി വെള്ളി ഊതി കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? അവർ ഊതി കഴിക്കും. പിന്നെ വെള്ളി മാത്രമല്ല, പൊന്ന് ശോധന കഴിക്കുന്നത് പോലെയും ഞാൻ എന്ത് ചെയ്യും? അവരെ ശോധന കഴിക്കും. അവർ എന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും അവർ എന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കത്തക്ക നിലയിൽ ഞാൻ എന്തു ചെയ്യും? അവരുടെ അകൃത്യങ്ങൾക്കും പാപങ്ങൾക്കും ഒരു പരിഹാരം ചെയ്തുകൊണ്ട് അവർ എന്നെ അന്വേഷിക്കത്തക്ക നിലയിൽ ഞാൻ ചില സാഹചര്യങ്ങൾ ഒരുക്കും. ആ സാഹചര്യത്തിന് പറയുന്ന പേരാ ശോധന. എന്താണ് ശോധന? 2 കാര്യമാണ്. ഒന്ന്, വെള്ളി എന്ത് ചെയ്യുകയാണ്? ഊതി കഴിക്കുന്നത് പോലെ.
പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ സ്വർഗം ഈ പകൽ നമ്മെ അതിലെ ശോധനയിൽ കൂടെ കടത്തി വിടുമ്പോൾ നീ ഭാരപ്പെടേണ്ട. പിന്നെയോ സ്വർഗം നമ്മെ വീണ്ടെടുക്കുന്ന ഒരു സാഹചര്യമാണെന്ന് ഒരു ദൈവ പൈതൽ മനസ്സിലാക്കിക്കൊള്ളണം. നമ്മെ പലപ്പോഴും അസഹ്യമെന്ന് തോന്നുന്ന ശോധനയുടെ അനുഭവങ്ങൾ നമ്മെ തകർത്ത് കളയുമോ നാം എന്ന് ചിന്തിക്കുമായിരിക്കാം. പക്ഷേ ആ ശോധനയ്ക്കകത്ത് ഒരു ദൈവിക പദ്ധതിയുണ്ട്. അത് നമ്മെ വീണ്ടെടുക്കുക എന്നുള്ളതാ. അത് നമ്മെ തകർക്കുവാനോ നമ്മെ മുടിച്ചു കളയുവാനല്ല, പിന്നെയോ പൊന്നായി നല്ല മുത്തായി ശോധന ചെയ്ത് നാം പുറത്തു വരുവാനാ ദൈവത്തിന്റെ പദ്ധതി. എന്നാൽ ഈ ശോധനയുടെ അനുഭവങ്ങൾ, ആമേൻ, സ്തോത്രം, എന്താണ്? ആദ്യമേ പറഞ്ഞു, പാപപരിഹാരത്തിനായിട്ട് ഒരു ഉറവ തുറക്കുകയാണ്. ഈ ഉറവ എന്ന് പറയുന്നത് ഒരു ശോധനയാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ. നമ്മുടെ അകത്തുള്ള മാലിന്യങ്ങളും അഴുക്കും ജഡത്തിൻ്റെ കന്മൻഷങ്ങളും ഇതെല്ലാം മാറി നാം കർത്താവിന്, നാം എന്നും പറയുന്ന കാര്യം, എങ്ങനെയുള്ള കന്യകയായിട്ട് നമ്മെ തെരഞ്ഞെടുത്തത്? വിശുദ്ധരും നിഷ്കളങ്കയുമായ നിർമ്മല കന്യകയായി നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ എന്തു ചെയ്യുന്നു? ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. പറഞ്ഞാട്ടെ, നിങ്ങളുടെ മനസ്സ് യേശുക്രിസ്തുവിനുള്ള നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ ദൈവസഭയ്ക്ക് ഒരു ശോധനയുടെ ആവശ്യം കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? യേശുക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിഷ്കളങ്കതയും വിട്ടു പോകാതിരിപ്പാൻ ഈ ദിവസങ്ങൾ ചില ശോധനയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നാം ഭാരപ്പെടേണ്ട. നാം ആ ശോധനയുടെ മധ്യേ ദൈവത്തിൻ്റെ പദ്ധതി എന്നുള്ളത് പ്യൂരിഫിക്കേഷനാ, ശുദ്ധീകരണം തൻ്റെ സഭയ്ക്ക് ആവശ്യമാണെന്ന കർത്താവ് പറയുന്നത്. ആമേ, സ്തോത്രം. അത് തകർക്കുവാനോ മുടിക്കുവാനോ ആമേ നിലം പരിചയാക്കി കളയുവാനോ അല്ല, മറിച്ച് നല്ല മുത്തായി നാം ദൈവസന്നിധിയിൽ വിളങ്ങുവാനാ. കാരണം നാം ഇവിടുത്തുകാരല്ലെന്ന് നമുക്ക് ഹല്ലേലൂയ പ്രത്യാശയുടെ തീരങ്ങളിൽ നമുക്ക് എത്തിച്ചേരണമെങ്കിൽ ഒരു കളങ്കവും നമ്മുടെ അകത്ത് പാടില്ല. നമ്മുടെ ഹൃദയത്തിനകത്ത്, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ജഡത്തിനകത്ത് ആമേൻ കളങ്കമുണ്ടെങ്കിൽ അപ്പന്റെ സന്നിധിയിൽ നമുക്ക് നിൽപ്പാൻ കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് യാക്കോബ് ഈ സങ്കീർത്തനം വായിച്ച് തൻ്റെ പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കുന്നത്, ദൈവമേ നീ എൻ്റെ അകൃത്യങ്ങൾക്ക് മോചിപ്പിക്കണമേ. ആ മോചനം ലഭിപ്പാൻ തമാടങ്ങളിൽ നിന്ന് നിലവിളിക്കുകയാണ്. ആ നിലവിളിയാണ് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിഞ്ഞത്. ഞാൻ വാക്കുകൾക്കൂടെ വിരാമം കുറിക്കുകയാണ്. ആമേ, സ്തോത്രം. ദൈവം തൻ്റെ ജനത്തെ ഉദ്ധരിക്കാൻ എപ്പോഴും ആഗ്രഹിച്ചത് അവിടെ അകൃത്യങ്ങളിൽ നിന്നാണ് കേട്ടോ. അല്ലാതെ അവർക്ക് സാമ്രാജ്യം ഉണ്ടാക്കി കൊടുക്കാനോ ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് അവിടെ പാപങ്ങളിൽ നിന്ന് അവരെ ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തോട് അവരെ ചേർത്ത് നിർത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഈ ദൈവസഭയെ പറ്റിയും ദൈവം ആഗ്രഹിക്കുന്നത്. ആ നിലവാരത്തിൽ ചിന്തിപ്പാൻ, ആ നിലവാരത്തിൽ പ്രാർത്ഥിപ്പാൻ, ആ നിലവാരത്തിൽ കർത്താവിന് വേണ്ടി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ഈ സമയം